ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ മിക്കവാറും ആരും കഴിച്ച് കാണാൻ ചാൻസ് ഇല്ലാത്ത റെസിപ്പിയാണ് കേട്ടോ, സുലൈമാനി ചിക്കൻ ബിരിയാണി. അപ്പോൾ സുലൈമാനി ബിരിയാണി പൊതുവേ നമ്മൾ ബീഫിലും മട്ടനിലൊക്കെയാണല്ലോ ഉണ്ടാക്കാറ്, പക്ഷേ ചിക്കനിൽ ആരും അങ്ങനെ ട്രൈ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സുലൈമാനി ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ. അത് നമ്മൾ തുണിയിൽ കിഴി കെട്ടിയിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു നേരിയ തുണി, ഞാൻ ഇതുപോലൊരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. മാക്സിമം എത്രത്തോളം നേരിയതെടുക്കാൻ പറ്റും അത്രയും നല്ല, കാരണം നമുക്ക് ഇതിലേക്കാണ് മസാല കിഴി കെട്ടാനുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫെന്നൽ സീഡ്സ് 1 ടേബിൾ സ്പൂൺ, അതായത് വലിയ ജീരകമാണ്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ഏലക്കായും ഏകദേശം ഒരു 10-11 ഗ്രാമ്പു, ചെറിയ ചെറിയ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒരു 5-6 പീസായിട്ട് കുഞ്ഞ് ചെറിയ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഇതുപോലെ എടുത്തിട്ടുണ്ട്. വലിയ പീസൊക്കെ ആണെങ്കിൽ 2 പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ബേ ലീഫ് ഇതുപോലെ നേരെ പീസായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ 2 എടുക്കുക കേട്ടോ. പിന്നെ ഒരു ജാതിപത്രി, നമ്മുടെ ഓറഞ്ച് കളറിലുള്ളൊരു പൂ പോലത്തെ സംഭവമില്ലേ, അത് നല്ല ഫ്ലേവറാണ് കേട്ടോ, 1 മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ജാതിക്ക കുരുവാണ്. അതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ പകുതിയാണ് ചേർത്തിട്ടുള്ളത്, ചെറുതൊക്കെ ആണെങ്കിൽ 1 മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ 2 ബൾബ് മൊത്തത്തിൽ, വലിയ 2 ബൾബ് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതി ഇഞ്ചി, ഏകദേശം 2-2.5 ഇഞ്ച് സൈസ് വരുന്ന ഒരു ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതല്ല ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി, കുത്തിയെടുത്തിട്ടും ചതച്ചിട്ടൊന്നും ചേർക്കണ്ട കേട്ടോ, ഇങ്ങനെ ഫ്ലേവർ ഇറങ്ങിക്കോളും. പിന്നെ വേണ്ടത് 2 മീഡിയം വലുപ്പമുള്ള സവാള, ഇതുപോലെ ഓവർ ചെറുതാക്കാതെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കണേ. ഞാൻ ഏകദേശം ഒരു 10-11 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 7 ഇട്ട് കൊടുത്താലും മതിയിട്ട്, അത് നിങ്ങൾ തീരുമാനിക്കും. ഇനിയിപ്പോൾ എല്ലാം കൂടി പിടിച്ചിട്ട് നന്നായിട്ട്, അറിയാലോ കിഴി കെട്ടാനെല്ലാവർക്കും നല്ലപോലെ ടൈറ്റിൽ കെട്ടി കൊടുക്കാം കേട്ടോ, കാരണം നമുക്കിത് കുറച്ച് സമയം അധികം തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇളകിപ്പോയി മൊത്തത്തിൽ ചിക്കനിലങ്ങ് വീഴാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് നല്ല ടൈറ്റ് തന്നെ കിഴി കെട്ടിയെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം നേരിയ തുണി എടുക്കാൻ നോക്കുക കേട്ടോ, എങ്കിലും നന്നായിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ നന്നായിട്ട് കിഴി കെട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി, അതായത് സുലൈമാനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോഗ്രാം വെയിറ്റുള്ള ചിക്കൻ, അതായത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത്. 1.5 കിലോഗ്രാം ചിക്കനാണ് എടുത്തില്ല. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് അളവൊന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഈ ഒരു അളവ് 1.5 കിലോഗ്രാം ചിക്കനും 1 കിലോ റൈസിലേക്കുള്ള അളവുള്ള ഹോൾ സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീണ്ടും കൂട്ടി എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ബിരിയാണി. അതിലേക്ക് 1/2 ലിറ്റർ പാൽ, അതായത് 500 ml പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പാലൊഴിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അടുത്തായിട്ട് ഒരു 3-4 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കിഴിയില്ല, നമ്മൾ നേരത്തെ കെട്ടി വെച്ച്, അത് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മുക്കി വെക്കുക കേട്ടോ. ഈ ഒരു പാലും ചിക്കനിലേക്ക് മുക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ തിളപ്പിച്ച് ഇതിൻ്റെ ഫ്ലേവർ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് പാന് മാറ്റിയിട്ടുണ്ട്, കാരണം കിഴിയും കൂടി വെക്കുന്ന സമയത്ത് പാന് നമുക്ക് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് എന്തായാലും അത് ഓക്കെ ആവില്ല, അതുകൊണ്ട് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ മുക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം ബീഫിലും മട്ടനിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുമല്ലോ തിളക്കുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ പാന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്ന ഓവറോൾ ഒരു 80% ആണ് കേട്ടോ. ബാക്കി 20% നമ്മൾ ദം ചെയ്യുന്ന സമയത്ത്, അതായത് ബിരിയാണി മസാല റെഡിയാക്കുന്ന സമയത്ത് കുക്ക് ചെയ്യും. അല്ലെങ്കിൽ മൊത്തത്തിൽ ദം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഒരു 75-80% മാത്രം ഈ ഒരു ടൈം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ എന്നുള്ള വെള്ളം മൊത്തത്തിലൊന്ന് ഇറങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചിക്കനിലുള്ള വെള്ളം അത്യാവശ്യം ഇറങ്ങി വന്ന് ഒരുപാട് വെള്ളമൊക്കെ ആയല്ലേ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കാതെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കാരണം കൂടുതൽ ഇനിയും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ചിക്കൻ വെന്തുടഞ്ഞു പോവും. അതുകൊണ്ട് ഇത് തുറന്നിട്ടിട്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിക്കുക എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വറ്റിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളത്തോളം അടിയിൽ നിൽക്കുന്ന രീതിയിൽ ബാക്കിയുള്ള വെള്ളത്തിനെ വറ്റിച്ചെടുക്കുക. അതായത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഗ്രേവി ആവശ്യമുണ്ട് കുറച്ച്. അപ്പോൾ മൊത്തത്തിൽ വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തതിന് നമ്മുടെ ബിരിയാണി ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റിച്ചിട്ട് ഏകദേശം വറ്റി വരുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കട്ടെ കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 സവാള ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഞാനിതിപ്പോൾ എൻ്റെതായ രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഈ ഒരു സുലൈമാനി ബിരിയാണി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറൊരു പാനിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നില്ല അധികം എണ്ണ ഒഴിച്ചിട്ട്, അങ്ങനെ ചെയ്യേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ 1-2 കുറേ പാത്രങ്ങൾ എടുത്തിട്ട് വെറുതെ മെനക്കെടണ്ടല്ലോ. അതാകുമ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ സവാള വാടിയിട്ട് കിട്ടേ ചെയ്യുള്ളൂ, കളറ് പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനിടയിൽ നമ്മുടെ ചിക്കൻ ഇതാ കണ്ടില്ല, നേരത്തെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അത്യാവശ്യം കണ്ടില്ല വെള്ളമൊക്കെ കുറച്ചായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു കിഴി കൈകൊണ്ട് തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. മാക്സിമം എത്രത്തോളം നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞ് അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും, അതിൽ നിന്നുള്ള നീരൊക്കെ ഇല്ല മൊത്തത്തിൽ എടുക്കാൻ പറ്റും, അത്രയും എടുക്കുക കേട്ടോ. കാരണം എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ ഇതിൽ കിടക്കുന്നുണ്ടല്ലോ, മൊത്തം നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു കിഴി എനിക്ക് കളയട്ടെ, ഇനി അത് ആവശ്യമില്ല. അപ്പോൾ ആ ചിക്കൻ അവിടെ മാറ്റി വെക്കുക ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ. അതിനിടയിൽ ഇത് നമ്മൾ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ഈ ഒരു കളറിലാക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കണേ. അതിനനുസരിച്ച് ഈ ഒരു മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സവാള ഇതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എണ്ണ നേരെ പകുതിയായിട്ട് എടുത്ത് മാറ്റുക കേട്ടോ. കാരണം നമുക്ക് സവാള ഈ ഒരു കളറിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം എണ്ണ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ബിരിയാണി റൈസിലേക്കും കൂടി ഇതിൻ്റെ ഫ്ലേവറും കിട്ടും കേട്ടോ ഇതിൽ നിന്ന് തന്നെ എണ്ണ ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാൻ എണ്ണ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ നോക്കിയാൽ നമ്മുടെ എണ്ണയൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം എണ്ണ മാത്രമല്ല പാനിൽ കിടപ്പുള്ളൂ, ഇത്രയും മതി കേട്ടോ. ബാക്കി നമുക്ക് റൈസിൽ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ എരിവുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് വേണ്ട കേട്ടോ, മുഴുവനായിട്ടുള്ളത് ഇട്ടതാണല്ലോ നമ്മൾ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, ബാക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 കപ്പ് അളവിൽ തൈര് ചേർക്കുന്നുണ്ട്. തൈര് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മിൽമ തൈര് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില തൈരിന് പുളിപ്പ് കുറവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ ഒരു 1/4 കപ്പും കൂടിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിതിൽ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്ക് തൈരാണ് നമുക്ക് മെയിൻ പുളി കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ കിഴിയൊക്കെ മാറ്റിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മൊത്തത്തിലായിട്ട് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒട്ടും കളയാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ ചിക്കൻ ഇനി 20% വേവാനില്ല, അതും കൂടി ഇതിൽ കിടന്നിട്ട് തന്നെ വേവട്ടെ കേട്ടോ. എങ്കിലേ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കപ്പ് 3/4 കപ്പ് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ പുളിയും കൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് അറിയാമല്ലോ എല്ലാവർക്കും, നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള പാകം എല്ലാവർക്കും അറിയാമല്ലോ, മസാലയിൽ എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ള ആ ഒരു രീതിയിൽ കുറച്ച് ഗ്രേവി അവിടെ വെച്ചിട്ട് ബാക്കി വറ്റിച്ചെടുക്കുക കേട്ടോ, ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് അവിടെ വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് അതായത് റൈസ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. പൊതുവേ നമ്മൾ സുലൈമാനി ബിരിയാണി ഉണ്ടാക്കാറ് ബസ്മതി റൈസ് കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റൈസ് കൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ജീരകശാല അരി, അതായത് 5 കപ്പ്, എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഞാനത് അരി ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് കഴുകിയെടുക്കാം കേട്ടോ, ഇപ്പം കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടില്ലേ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യ് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനാണ്. നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ബസ്മതി അരി കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ അരി കുതിർത്ത് വെച്ച് അരി ഊറ്റിയിട്ടൊക്കെ ചെയ്യട്ടെ. നമ്മൾ മന്തിയൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയുന്നതന്നെയല്ലോ, ബസ്മതി റൈസസ് പൊതുവെ യൂസ് ചെയ്യുന്നതന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ഹോൾ സ്പൈസസ്, ഗ്രാമ്പു, ഏലക്കായ, പട്ട എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കട്ടെ, ഒരു 3-4 പീസ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ 5 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, 1 കിലോ അരി, അതിന് 10 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നേരെ ഡബിളായിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളവിടെ അരി കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള പാകത്തിനുള്ള നമ്മുടെ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരു പൊടിക്ക് വെള്ളത്തിൽ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഇടണം കേട്ടോ, എങ്കിലേ നമുക്ക് അരി ഇടുന്ന സമയത്ത് ബാലൻസ് ആവുള്ളൂ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരി കഴുകി ഊറ്റി വെച്ചിട്ട് അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക, വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നവരെ. അപ്പോൾ തിള വന്നതിന് ശേഷം മാത്രമേ അടച്ച് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു കൊടുക്കുക. പിന്നെ വെള്ളം വറ്റിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം തന്നെ മൊത്തത്തിൽ ഡ്രൈ ആക്കി വറ്റിക്കരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചൊരു ഈർപ്പമുള്ള രീതിക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് കുറച്ചുകൂടി ഇനി റൈസ് വേവാനുണ്ടല്ലോ, ആ ഒരു സമയം ഇതിൽ നിന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് റൈസ് വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഒന്നും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി നെയ്ച്ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും പരസ്പരം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കേട്ടോ, വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ദം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അടിയിൽ കുറച്ച് കിടപ്പുണ്ട്, അതിൽ നിന്ന് നേരെ ഒരു 1/4 ഭാഗത്തോളം ചിക്കനും കുറച്ച് ഗ്രേവിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെയറായിട്ട് ചെയ്യുമ്പോൾ മിഡിലും കൂടി ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഫ്ലേവർ റൈസിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മാത്രം മാറ്റി വെക്കുക കേട്ടോ, കൂടുതലായിട്ട് ഗ്രേവി അടിയിൽ തന്നെ വെക്കണേ. ഇനി നമ്മുടെ ചൂടോടെ നെയ്ച്ചോറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരെ പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് പകുതിയോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചിക്കൻ നേരത്തെ മാറ്റി വെച്ചില്ല, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് അതങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. നല്ലൊരു ഫ്ലേവർ, ദം പൊട്ടിക്കുന്ന സമയത്ത് ഫ്ലേവറും മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മതി. എന്നിട്ട് ബാക്കിയുള്ള റൈസും മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ പാലിലൊന്ന് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ എല്ലാന്നുണ്ടെങ്കിൽ സാഫ്രോണിൽ നമ്മുടെ കുങ്കുമപ്പൂവ് അത് പാലിൽ മിക്സാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുകളിലും കൂടി മല്ലിയിലും പുതിനയിലും കൂടി നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് ഒരു 10 to 15 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചവിടെ വെക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് സെർവ് ചെയ്യാൻ പാടുള്ളൂ, എങ്കിലേ അവർ കറക്റ്റ് ദമ്മായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 1/4 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് ഞാൻ സെർവ് ചെയ്യുന്നുള്ളൂ, കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നു മുന്നേ ആക്കി വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് അറിയാമല്ലോ ദം പൊട്ടിക്കാൻ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ആ ഒരു കളർ ചേർത്ത ഭാഗം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ അടിയുന്നേ തൊട്ടെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. റൈസിൽ എല്ലാ സൈഡിലും നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും മിക്സായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യാം.
അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 1.5 കിലോ ചിക്കനിൽ വെയിറ്റിലേക്ക് 1 കിലോ റൈസിലേക്കാണ് ഈ സ്പൈസസും കാര്യങ്ങളൊക്കെ മസാല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പതുക്കെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സുലൈമാനി ചിക്കൻ ബിരിയാണി മൊത്തത്തിൽ സെർവ് ചെയ്യുന്നത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. റൈസൊന്നും അങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ റൈസ് കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് കൊണ്ട് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലും മയോണൈസൊക്കെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒന്നുകൂടി ഇഷ്ടമായിട്ടുള്ളത്. ഒന്നുകിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ തൈര് അച്ചാറൊക്കെ വെച്ചിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്